മെഗാസ്റ്റാറുകളൊപ്പം അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിച്ച കലാകാരനാണ് നടൻ ചന്തുനാഥ്. 'പതിനെട്ടാം പടി' എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനിയന്റെ വേഷം ചെയ്തുകൊണ്ടായിരുന്നു ചന്തുവിന്റെ തുടക്കം. അധ്യാപകനായിരുന്ന ചന്തു ആ ജോലി ഉപേക്ഷിച്ചാണ് അഭിനയത്തിലേക്ക് കടന്നുവരുന്നത്. മോഹൻലാലിനൊപ്പം 'ടുർദ്ദമാൻ' എന്ന ചിത്രത്തിലും ചന്തു അഭിനയിച്ചിരുന്നു. ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം 'റാമി'ലും ചന്തു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് പറയുകയാണ് ചന്തു. മോഹൻലാലിന്റെ അമ്മയെ അവസാനമായി കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് ഞെട്ടിയെന്നും ചന്തു പറഞ്ഞു. അത്രയും വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം സുഖവിവരം തിരക്കിയെന്നും മകൻ നീലന് സുഖമല്ലേ എന്ന് ചോദിച്ചുവെന്നും ചന്തു പറയുന്നു. ഒരു ഓൺലൈൻ അഭിമുഖത്തിലായിരുന്നു നടന്റെ പ്രകടനം. ലാലേട്ടൻ ചേട്ടനെ പോലെ വേറെ നമുക്ക് തോന്നും. ലാലേട്ടൻ ഒരു ചേട്ടനെ പോലെ നമുക്ക് തോന്നും. പുള്ളി തന്നെ മോനെ എന്ന് വിളിച്ച് വളരെ അടുപ്പം കാണിക്കും നമ്മളോട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ രാജുവേട്ടൻ ഉണ്ടായിരുന്നു. എനിക്കത് വളരെ സിനിമാറ്റിക് അനുഭവമായിരുന്നു. പുള്ളിയുടെ വീട്. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ഏട്ടന്റെ അടുത്ത് പോയിരുന്നു. ആന്റണി ചേട്ടൻ എന്നെ ലാലേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചു. എന്താണ് പറയേണ്ടതെന്ന് എന്നെ അറിയില്ല. അങ്ങനത്തെ സാഹചര്യമാണല്ലോ അത്. ലാലേട്ടൻ അത്രയും സ്നേഹമുള്ള പ്രാധാന്യമുള്ള ആളാണ് കിടക്കുന്നത്. പക്ഷെ ലാലേട്ടൻ എന്നെ നോക്കി ചിരിച്ചു. നീലൻ എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹം എന്താണ് ഈ പറയുന്നത്? ഞാനൊന്ന് അന്താളിച്ചു. ഇത്രയും നാൾ കഴിഞ്ഞു അദ്ദേഹത്തെ കണ്ടിട്ട്. എന്നെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് നീലന് സുഖമായി ഇരിക്കുമെന്നോ എന്നാണ് മോനെ. അതാണ് ലാലേട്ടൻ. അത്രയും പ്രാധാന്യം അദ്ദേഹം നൽകുന്നുണ്ട്. അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണെന്ന് ചന്തുമാധവൻ വ്യക്തമാക്കി. ദൃശ്യത്തിന് ശേഷം മോഹൻലാലിനൊപ്പം ജിത്തു ജോസഫ് ഒരുക്കുന്ന സിനിമയായിരുന്നു 'റാം'. 2020 തുടക്കത്തിൽ 2 ഭാഗങ്ങളായി നിർമ്മിക്കാൻ തീരുമാനിച്ച ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കോവിഡ് കാരണം മുടങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സിനിമയെക്കുറിച്ച് അപ്ഡേറ്റുകളൊന്നും പുറത്തുവന്നില്ല. ചിത്രം ഉപേക്ഷിച്ചെന്ന് എന്ന് വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു.